മനുഷ്യ ജീവിതം ഓരോ തീരുമാനങ്ങളുടെ ഒന്നിക്കലാണ്. ചിലത് നമുക്ക് ഉജ്ജ്വല ഭാവി നൽകുമ്പോൾ ചിലത് ഇരുട്ടിലേക്ക് തള്ളിവിടുന്നു. ലഹരി ഒരു മിഥ്യാസ്വപ്നം. നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് യുവാക്കളുടെ കുടുംബങ്ങൾ ലഹരിയുടെ കുടുക്കിൽ വീണു തകർന്നു പോകുന്നു. ആദ്യത്തെ ചെറു പരീക്ഷണത്തിൽ അതിനെ വെറും അസാധാനം എന്ന് തോന്നും. എന്നാൽ അതിനു പിന്നിലെ ഇരുണ്ട ചതിയറ നമുക്കറിയില്ല. ഇന്ന് ഈ സ്കിറ്റിലൂടെ ഒരു യുവാവിൻ്റെ ജീവിതത്തിൽ ലഹരി ഏതു വിധത്തിൽ കടന്നു വരുന്നു, അത് എങ്ങനെ അവനെ അടിമയാക്കുന്നു, ഒടുവിൽ അതിൻ്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് കാണിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഫാത്തിമ, മോനോട് അവിടെ കളിക്കുന്നുണ്ട്. ഇതാ വന്നു പാപ്പാ. മോൻ പറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. മോൻ പറയുന്നതെല്ലാം നിങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കണ്ട. ചെക്കനാകെ വഷളായി വരുന്നുണ്ട്. ഫാത്തിമ, നമുക്കവൻ മാത്രമുള്ളൂ. കുറച്ചു നാളുകൾക്ക് ശേഷം വാപ്പ മരണപ്പെടുന്നു. ഉമ്മ വീട്ടുപണിയും മറ്റു ജോലികളും എടുത്ത് മകനെ സംരക്ഷിക്കുന്നു. ഉമ്മ, സ്കൂളിൽ പോവാൻ പുതിയ ബാഗ് വേണം. എല്ലാവർക്കും സ്കൂളിൽ പോവാൻ പുതിയ ബാഗുണ്ട്, എനിക്കും വേണം. മോനെ, എന്റെ കയ്യിൽ പൈസ ഇല്ല. തൽക്കാലം മോൻ പഴയത് തന്നെ ഉപയോഗിക്ക്. അത് സാരമില്ല ഉമ്മ, ഞാൻ പഴയത് ഉപയോഗിച്ചോളാം. കുറച്ചു കൊല്ലങ്ങൾക്ക് ശേഷം. ഉമ്മ, എനിക്ക് ഡിഗ്രിക്ക് ഏതെങ്കിലും നല്ല കോളേജിൽ ചേരണമെന്ന് ആഗ്രഹമുണ്ട്. അതിനെന്താ മോനെ, എനിക്ക് നീയല്ലേ ഉള്ളൂ. നീ പഠിച്ച് വലിയ ആളായിട്ടൊരു ജോലിയൊക്കെ വാങ്ങിയിട്ട് വേണം ഉമ്മാക്കൊന്ന് വിശ്രമിക്കാൻ. ഉമ്മ, നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറും. എനിക്ക് ജോലി കിട്ടിയാൽ പിന്നെ ഉമ്മാനെ ഞാൻ ഒരു ജോലിക്കും പറഞ്ഞേക്കില്ല, ഇൻഷാ അല്ലാ. ഉമ്മ മകനെ കോളേജിലേക്ക് അയക്കുന്നു. പുതിയ കൂട്ടുകാർ, പുതിയ ലോകം. നിനക്കൊരു ഉഷാറില്ലല്ലോ, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? ഇവനെപ്പോഴും പഠിപ്പ് മാത്രമേ ഉള്ളൂ. പഠിപ്പ് മാത്രമായി ഒരു രസവുമില്ല. ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ്. നമുക്ക് ക്ലാസ് കട്ട് ചെയ്ത് പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഞാനില്ല. ഇത് നല്ല സാധനമാണ്, ഉഷാറൊക്കെ താനെ വരും. ഇത് വെറുതെ ഒരു രസമാണ്. ഉമ്മ, എനിക്ക് കുറച്ച് പൈസ വേണം. എന്തിനാ മോനെ ഇപ്പോ പൈസ? ഫീസൊക്കെ ഉമ്മ തന്നതല്ലേ. ഞാൻ പൈസ ചോദിച്ചാൽ തന്നാൽ മതി, കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. മോനെ, എന്തായി പറയുന്നത്? എന്ത് ചെയ്തിട്ടാലും കുഴപ്പമില്ല, എനിക്ക് നാളെ പൈസ കിട്ടിയാൽ മതിയാവും. പൈസക്കിപ്പോ ഞാൻ എവിടെ പോകാനാണ്? എനിക്കതൊന്നും അറിയണ്ട, തള്ളാൻ മര്യാദക്ക് പൈസ തന്നാൽ മതി. മോനെ. മകൻ ലഹരിക്ക് അടിമപ്പെടുന്നു. ഉമ്മയെ ഒരുപാട് ഉപദ്രവിക്കുന്നു. ഉമ്മ മകനെയും കൊണ്ട് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പോകുന്നു. മോളെ, എൻ്റെ മോൻ പഴയ രീതിയിലേക്ക് തിരിച്ചു വരുമോ? ഉമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഉമ്മയുടെ മോനെ നമുക്ക് പഴയ പോലെ ആക്കിയെടുക്കാം. മോളെ, എനിക്കവൻ മാത്രമേയുള്ളൂ. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ മോനെ ഞാൻ നോക്കി വളർത്തിയത്. അവനു വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. അവനില്ലാതെ എനിക്ക് ജീവിക്കണ്ട. വിഷമിക്കേണ്ട ഉമ്മ, നമുക്കെല്ലാം ശരിയാക്കാം. നിങ്ങളുടെ സഹോദരിക്ക് ക്യാൻസറാണ്. ചികിത്സ ഇപ്പോൾ തന്നെ ആരംഭിക്കണം. മകൻ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് ചാടിപ്പോകുന്നു. തലവേദനയെടുത്ത് ഉമ്മ കിടക്കുകയായിരുന്നു. ഉമ്മയും മകനും വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു. മോനെ, ഉമ്മാക്ക് തീരെ വയ്യ. ഉമ്മാനൊന്നും ചെയ്യല്ലേ. ഞാൻ എൻ്റെ ഉമ്മയെ കൊന്നേ. ഞാൻ എൻ്റെ ഉമ്മയെ കൊന്നേ. ജീവിതാനന്ദം രുചിച്ചിടാൻ വേണമ ലഹരി എന്നാണോ പറഞ്ഞു. മണത്തെ മരുന്നെന്നും പേരിട്ടു മണ്ടന്മാരാളിനെ ചതിച്ചു. മരുന്നല്ല മാരണമാനതു മർത്യനെ മാറ്റുവാൻ കെൽപ്പുള്ള സൂത്രം. മൃതതുല്യമായി മെല്ലെ ജഡമായി മാറ്റുമാനഹരിയൊരു വിന തന്നെ സത്യം. മൃതതുല്യമായി മെല്ലെ ജഡമായി മാറ്റും